എല്ലാവർക്കും സ്വാഗതം. അലീന പച്ചക്കറിയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ക്യാരറ്റിനൊക്കെ ഒരു വെട്ടുണ്ട്, അതുപോലെ തന്നെ തക്കാളിക്ക് ഒരു പാടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അത് അവിടെ ഒഴിവാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, പാടില്ലാത്ത പച്ചക്കറിയൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വാങ്ങിക്കാൻ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഫ്രഷ് ആയിട്ടുള്ളതാണ് ഉപയോഗിക്കാറുള്ളത്, ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല. അത് ഇങ്ങനെ കേണൽ സാബിന് ഇഷ്ടമല്ല എന്നൊക്കെയാണ് കേട്ടോ പൗലോസ് പറയുന്നത്. അപ്പം അന്നേക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചാൽ പോരെ, എന്തിനാ ഇത്ര കൂടുതൽ വാങ്ങിക്കുന്നേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മുതലാളി അത്ര പിശുക്കനൊന്നും അല്ല എന്നൊക്കെയാണ് പൗലോസ് മറുപടി പറയുന്നത്. അപ്പോൾ അവിടെ കുറേ ഫ്രൂട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഫ്രഷ് അല്ല, വാടിയിട്ടുണ്ട്. അങ്ങനെ കേണൽ സാബിന് ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് ഇഷ്ടം എന്നൊക്കെയാണ് പറയുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആ പുറത്ത് ജോലി ചെയ്യാൻ വരുന്ന ആ സ്ത്രീ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിൻ്റെ ജോലി കഴിഞ്ഞോ എന്ന് ചോദിക്കും പൗലോസ്. അപ്പോൾ ആ കഴിഞ്ഞു, പോകാൻ നോക്കുകയാണെന്ന് പറയേ. പോയിട്ട് റേഷൻ കടയിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ടോ, എന്നാൽ അതൊക്കെ വാരിക്കൂട്ടി എടുത്തോ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ വന്നിട്ട് അവിടെ ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറി എല്ലാം എടുത്ത് സഞ്ചിയിലേക്ക് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് അലീനത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ആ സ്ത്രീ ആണെങ്കിൽ അത് പെറുക്കി സഞ്ചിയിലേക്ക് ഇടുന്ന സമയത്ത് അലീനയോട് പറയാണ്, ആട് കഴിച്ചോളും, ആടിന് കൊടുക്കാനാണ് എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് നല്ല പച്ചക്കറിയും കൂടെ എടുത്ത് വെച്ചിരുന്നല്ലോ പൗലോസ്. അപ്പോൾ അതിൽ നിന്നും എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ആടിന് കൊടുത്തോ എന്ന് പറഞ്ഞാണ്ട് കേട്ടോ. അലീനേനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ സ്ത്രീ ഫ്രിഡ്ജ് തുറന്നിട്ട് അതിൽ കുറേ ഫുഡ് ഉണ്ടായിരുന്നു, അതും എടുത്ത് പാത്രത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതെന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇതും ആട് കഴിക്കുമോ എന്ന് ചോദിക്കുകയെ. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് ഇത് പട്ടി കഴിച്ചോളും എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പട്ടികൾ ഇതൊന്നും കഴിക്കില്ലേ പൗലോസേട്ടാ എന്ന് അലീന ചോദിക്കുമ്പോൾ, ഇവിടുത്തെ പട്ടികൾക്കൊക്കെ സ്പെഷ്യൽ ഫുഡല്ലേ, അവറ്റകൾ ഇത് മണത്ത് നോക്കുക പോലും ഇല്ല എന്ന് പറയേ. അലീന അപ്പോൾ പൗലോസിനോട് പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ യജമാനനും കൊള്ളാം, ജോലിക്കാരും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകൂട്ടോ അലീന. അപ്പോൾ അതുപോലെ തന്നെ പൗലോസ് ആ സ്ത്രീനോട് പറയുന്നുണ്ടായിരുന്നു അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഇനിയിപ്പോൾ കേണൽ സാബിനോട് ചെന്ന് പറഞ്ഞു കൊടുക്കുമോ എന്നിങ്ങനെ ആ സ്ത്രീ ചോദിക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞു കൊടുക്കട്ടെ, ഇതെൻ്റെ അടുക്കളയാണ്, ഞാൻ പറയുന്നതാണ് പ്രമാണം, ഇതിങ്ങനെ ഒരു സൂക്കേടാണെന്നേ, അതെൻ്റെ അടുത്ത് നടക്കില്ല എന്നൊക്കെയാണ് കേട്ടോ പൗലോസ് ആ സ്ത്രീനോട് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് നേരെ അലീന വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് ആട്ടോ ചെല്ലുന്നത്. വല്യപ്പച്ചനാണെങ്കിൽ അവിടെ കലണ്ടറിൽ എന്തോ ഡേറ്റ് എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അലീന ചെല്ലുന്ന സമയത്ത് ഇന്ന് ഏതാ കുഞ്ഞ് ഡേറ്റ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വല്യപ്പച്ചനും അറിയുന്നത് കലണ്ടർ മറിച്ച് വെച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേജ് മറിച്ച് വെച്ചിട്ടില്ല, ഇത് കഴിഞ്ഞ മാസത്തിലാണ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ അലീനും പറയുന്നുണ്ട്, ഞാനത് ശ്രദ്ധിച്ചില്ല വല്യപ്പച്ചാന്ന്. എന്നിട്ട് പിന്നെ കലണ്ടറിൻ്റെ പേജൊക്കെ മറിച്ച് വെച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അലീന പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു വല്യപ്പച്ചനോട്, ഇവിടെ അടുക്കളയിൽ എന്താ നടക്കുന്നതെന്ന് വല്യപ്പച്ചന് അറിയുമോ എന്ന് ചോദിക്കുകയെ. അപ്പോൾ പാചകം നടക്കുന്നു എന്ന് പറയുമ്പോൾ അതല്ല എന്ന് പറയേ. എന്നാൽ പിന്നെ പൗലോസ് നടക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഈ പൗലോസേട്ടൻ ആള് കുറച്ച് ഇങ്ങനെ തണ്ടാണ് കേട്ടോ എന്ന് പറയാം. അപ്പോൾ വല്യപ്പച്ചൻ എന്താ കുഞ്ഞേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന അവിടെ അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാണ്, ഒരുപാട് ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതിനൊരു കാരണം നമ്മുടെ ലാലിച്ചൻ തന്നെയാണ്. അവന് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന സാധനങ്ങൾ അവിടെ ടേബിളിൽ കണ്ടോണം. മട്ടൺ ചോദിച്ചാൽ മട്ടൺ അവിടെ ഉണ്ടായിരിക്കണം ടേബിളിൽ, ഫിഷ് ചോദിച്ചാൽ ഫിഷ് കറി മുന്നിലേക്ക് നീക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് പറയുമ്പോൾ, അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ കഴിച്ചോട്ടെ, പക്ഷെ ഒരാൾ കഴിക്കുന്നതിന് ഒരു അളവുണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ ബാക്കി വരുന്നത് ഇങ്ങനെ അതുപോലെ തന്നെ ഇവിടുത്തെ ജോലിക്കാർക്കും കഴിക്കാമല്ലോ, ആരും കഴിച്ചതിൻ്റെ മിച്ചമൊന്നല്ലല്ലോ എന്ന് പറയുമ്പോൾ, അവരൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, നല്ലോണം കഴിക്കുന്നുണ്ട് എന്ന് വല്യപ്പച്ചൻ പറയൂ കേട്ടോ. അപ്പോൾ അവരൊക്കെ കഴിച്ചിട്ടും ഇവിടെ ഭക്ഷണം ഇങ്ങനെ വേസ്റ്റ് ആവുകയാണ്. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇങ്ങനെ പൗലോസേട്ടനെ അറിയില്ലേ ഇവിടെ ഒരാൾക്ക് എത്ര ഭക്ഷണം വേണമെന്നുള്ളത്, അപ്പോൾ അതനുസരിച്ച് ഉണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ അലീന വല്യപ്പച്ചനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, മോള് അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ഇവിടെ കുറേ കാലമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന് പറയുമ്പോൾ അലീന പറയുകയാണ്, ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല, അത് ഞാൻ ആരായാലും ചോദിക്കും വല്യപ്പച്ച, കാരണം ഭക്ഷണത്തിൻ്റെ വില എനിക്ക് നന്നായിട്ട് അറിയാം, ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊണ്ടു തന്നെങ്കിലെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് ഇരുന്നിട്ടുണ്ട്, ഇങ്ങനെ പട്ടിണി കിടന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അന്നം ഇങ്ങനെ ദൈവമാണെന്നാണ് ബ്രിജിത മമ്മി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ശരി തന്നെയാണ് മോളെ എന്ന് വല്യപ്പച്ചൻ പറയുന്നുണ്ട്. മോള് കഴിഞ്ഞ ദിവസം ഇങ്ങനെ അനാഥാലയത്തിൻ്റെ കാര്യം പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ മോൾക്ക് ഇപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതമല്ലല്ലോ, നല്ല മെച്ചപ്പെട്ട ജീവിതമല്ലേ, ഇനി മോൾ അനാഥാലയം അങ്ങ് മറന്നേക്കിയെന്ന് വല്യപ്പച്ചൻ പറയുമ്പോൾ, അങ്ങനെ എനിക്ക് അനാഥാലയം മറക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ 23 വർഷം അവിടെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്, എൻ്റെ തറവാട് പോലെയാണ് എനിക്ക് അനാഥാലയം, അതുകൊണ്ട് അത് മറക്കാൻ എനിക്ക്, അത് മറന്നിട്ടൊരു ജീവിതമൊന്നും അലീനയ്ക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ അലീനയോട് പറയാണ്, മോള് നമ്മുടെ വീട്ടിലെ ജോലിക്കാരുടെ മുന്നിലൊക്കെ വെച്ച് അങ്ങനെ പറയുമ്പോൾ നമ്മളെ അങ്ങനെ അവർ ഇങ്ങനെ വില കുറച്ച് കാണല്ലേ എന്നിങ്ങനെ വല്യപ്പച്ചൻ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, സത്യത്തിന് വിലയുണ്ടെങ്കിൽ സത്യം പറയുന്ന ആൾക്കും വിലയുണ്ട് വല്യപ്പച്ച എന്ന് പറയൂ കേട്ടോ. പിന്നീട് വല്യപ്പച്ചൻ
വല്യപ്പച്ചനാണെങ്കിലും അലീന പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് മോളുടെ നിലപാട് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്തോ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയാം. അത് കഴിഞ്ഞ് അലീന രേവതിക്കുട്ടീനെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബിസി ആണോ എന്നിട്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയും, എനിക്കിവിടെ ഒരു ബിസിയൊന്നുമില്ല, ചേച്ചിക്കല്ലേ എപ്പോഴും ബിസി എന്ന് പറയേ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ബിസിയൊന്നുമില്ല, ഒരു ജോലിയില്ല, ഭക്ഷണം കഴിക്കുന്നത് മാത്രമാണ് ഒരു ജോലി എന്ന് അലീന പറയുമ്പോൾ, അപ്പോൾ അവിടെ വേറെ ഒരു ജോലി ഇല്ലേ, അപ്പോൾ ചേച്ചിക്ക് ബോറടിക്കില്ലേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുകയാണ് കേട്ടോ. എന്നാൽ എവിടെയെങ്കിലും ഇങ്ങനെ പഠിക്കാൻ പോയിക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പഠിക്കാൻ പോകുന്ന പോലെ എന്നിങ്ങനെ രേവതിക്കുട്ടി പറയുമ്പോൾ, നിന്റെ പ്രായമാണോ മോളെ, എനിക്ക് ഇനിയിപ്പോൾ ഞാൻ എന്ത് പഠിക്കാനാ എന്ന് അലീന ചോദിക്കുമ്പോൾ, അതിന് ഇന്ന് ഇപ്പോൾ ഒരുപാട് കോഴ്സുകളുണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് പഠിക്കണം എന്നൊക്കെയാണ് കേട്ടോ രേവതിക്കുട്ടി പറയുന്നത്. അപ്പോൾ അലീന പറയും, ആദ്യം ഞാനിവിടെ ഒന്ന് വേറെ ഉറപ്പിക്കട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോഴും അവിടെ ഒരു ഉറപ്പും ആയിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ അലീനയോട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടീനോട് അവിടുത്തെ വിശേഷം പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, എല്ലാം ഇങ്ങനെ നല്ല സന്തോഷമായിട്ട് പോകുന്നു എന്നൊക്കെ പറയും. ഇനി ചേച്ചി അവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ അലീന അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടീനോട് പറയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ അതിലൊന്നും ഒരു ശ്രദ്ധയില്ല പപ്പയ്ക്ക് എന്നൊക്കെ പറയാണ്. ജോലിക്കാർക്കൊക്കെ അവർക്ക് തോന്നിയ പോലെയാണ് അവരിങ്ങനെ ദൂർത്ത് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചേച്ചി ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ പപ്പേനോട് പറയണം എന്ന് പറയുമ്പോൾ പപ്പ എന്നോട് അതിലൊന്നും ശ്രദ്ധിക്കേണ്ട എന്നാണ് പറയുന്നത്. പാപ്പയ്ക്ക് ഞാനൊരു പാവേനെ പോലെ ഇവിടെ ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ അതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ അത് ആരായാലും ചോദിക്കും എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ വിളിച്ചറിയിക്കണം കേട്ടോ, ഞങ്ങൾ അങ്ങോട്ട് വരണമെങ്കിൽ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും അതിൻ്റെ ആവശ്യമില്ല എന്ന് അലീന പറയും. അത് കഴിഞ്ഞ് പിന്നീട് കോൾ കട്ട് ചെയ്യും കേട്ടോ. പിന്നീട് റോബിച്ചൻ വല്യപ്പച്ചനെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലാലിച്ചൻ്റെ അടുത്താണെന്ന് പറയും. അപ്പോൾ എന്താ ഇങ്ങനെ കൊളത്തൂപ്പുഴയിൽ നിന്ന് തിരിച്ചു വരാത്തത്, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയത്, ലാലിച്ചൻ്റെ കള്ളും കുടിച്ച് അവിടെ തന്നെ കിടക്കുകയാണോ എന്ന് നോക്കി കേട്ടോ റോബിച്ചൻ. അപ്പോൾ അതൊന്നും ഇല്ലടാ, ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ റോബിച്ചൻ ചോദിക്കുന്നുണ്ട്, ലാലിച്ചൻ വിളിച്ചു കൊണ്ടുവന്ന ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, അവളെ അങ്ങനെ പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല, നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല കാര്യങ്ങൾ എന്ന് പറയേ. അപ്പോൾ അതെന്താ അവൾ അവിടെ നിന്ന് പോകത്തില്ലേ എന്ന് റോബിച്ചൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, അത് ലാലിച്ചൻ്റെ മോള് തന്നെയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതെന്താ അവളുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് റോബിച്ചൻ ചോദിക്കുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ അവളെ ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു വിടാനല്ല നോക്കേണ്ടത്, അവളെ ഇവിടെ പിടിച്ചു നിർത്താനാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യത്തിനും ഒരു കൺട്രോളും ഇല്ലല്ലോ, അപ്പോൾ ലാലിച്ചൻ്റെ കുടിയുടെ കാര്യം നിനക്കറിയാവുന്നതല്ലേ, അപ്പോൾ അതിനൊക്കെ ഒരു കൺട്രോൾ വേണം, അതിന് അവൾ അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര മിടിക്കുകയാണെന്ന് പറയട്ടെ. അപ്പോൾ ലാലിച്ചനെ കുടിക്കാനും സമ്മതിക്കുന്നില്ല ആ പെണ്ണ് എന്നിങ്ങനെ റോബിച്ചൻ ചോദിക്കുമ്പോൾ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും അതിലൊക്കെ ഒരു കൺട്രോൾ വേണമെങ്കിൽ അവളുടെ ഒരു പിടി ഇവിടെ വേണം, അവൾക്ക് അതിന് സാധിക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാവും, അപ്പച്ച അതിനെ അവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്, ഇതുവരെ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എൻ്റെ ചേട്ടനാണെന്ന് നാട്ടുകാരോട് പറയാൻ എനിക്ക് ഒരു അഭിമാനമായിരുന്നു, ഇനിയിപ്പോൾ ഇത് നാണക്കേടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, ഇങ്ങനെ നീ ഇങ്ങനെ തല പുണ്ണാക്കേണ്ട, അത് ആലോചിച്ചിട്ട് അതുപോലെ തന്നെ ആൽബിച്ചനോട് പറഞ്ഞേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പച്ചൻ പോയപ്പോഴേ എനിക്ക് ഉറപ്പാണ് ഒന്നും നടക്കുന്നില്ല എന്ന്. അപ്പോൾ ഞാനും ആൽബിച്ചനും കൂടെ അങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ ആരും വരണ്ട, നിങ്ങൾ ഒന്നിലും കൈകടത്താൻ നിൽക്കണ്ട, ഞാൻ അവിടെ വന്ന ശേഷം നിങ്ങളോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാം, ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വല്യപ്പച്ചൻ അങ്ങ് കോൾ കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ റോബിച്ചൻ പറയുന്നുണ്ടായിരുന്നു, ഔസേപ്പച്ചൻ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടുകത്തിയും കോടാലിയായിട്ട് കൊളത്തൂപ്പുഴയ്ക്ക് വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ സ്റ്റാൻലിച്ചൻ്റെ അമ്മായിച്ചനായിരിക്കാം അത്. അപ്പോൾ ഇങ്ങനെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവൻ വന്നാൽ ഞാൻ നോക്കിക്കോളാം അവൻ്റെ കാര്യം എന്നിട്ട്. അപ്പം എന്തായാലും കോള് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും അലീനേനെയാണ് കാണിക്കുന്നത്. അലീന കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ വിനോദും പൗലോസും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിനോദ് അലീനേനെ കാണും. അപ്പോൾ പെട്ടെന്ന് നിന്നിട്ട് പൗലോസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് എന്ന്. അങ്ങനെ അലീന ചെന്ന് അവിടെ ചുറ്റും ഒന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വെച്ചൊരു സഞ്ചി ഉണ്ടായിരുന്നേ. അപ്പോൾ അത് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് പൗലോസ് പറയുകയാണ്, കൊച്ചെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൗലോസിൻ്റെ അടുക്കളയാണ് എന്നുള്ള മട്ടിലാണ് ആ സംസാരം പെരുമാറ്റമൊക്കെ. അപ്പം അതെന്താ എനിക്ക് നോക്കാൻ പാടില്ലേ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഇതിങ്ങനെ പൗലോസേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടുക്കളയൊന്നുമല്ലല്ലോ, ഇപ്പം ഞാൻ ഇവിടെ ഒരു കാര്യം തൊടണ്ടെന്ന് പറഞ്ഞാൽ പൗലോസേട്ടന് അത് തൊടാൻ പറ്റത്തില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ആ സഞ്ചിയിൽ വാങ്ങിച്ചു വെച്ചിരുന്ന സാധനങ്ങൾ, കുറച്ച് പച്ചക്കറി മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അവിടെ കുടഞ്ഞിടുന്നുണ്ടായിരുന്നു അലീന. എന്നിട്ട് ചോദിക്കും,
ഇതാരാ വാങ്ങിച്ചതെന്ന് നോക്കിയോ കേട്ടോ, മീൻ ആരാ വാങ്ങിച്ചതെന്ന് നോക്കിയോ. അപ്പോൾ വിനോദ് പറയും ഞാനാ വാങ്ങിച്ചതെന്ന്. അപ്പോൾ ഈ മീൻ എത്ര കിലോ ഉണ്ട് നോക്കിയോ, അപ്പോൾ എത്ര രൂപയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 900 രൂപയായി ഒരു കിലോയ്ക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ മീൻ എത്ര ഉണ്ടെന്ന് നോക്കുമ്പോൾ 2800 ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത്രയും മീനിൻ്റെ ആവശ്യം ഇവിടെ ഇന്നൊരു ദിവസത്തേക്ക് ആവശ്യമുണ്ടോ, ഇവിടെ ഇന്ന് ഇങ്ങനെ കൊണ്ടുവന്ന സാധനം നാളെ എടുക്കത്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പൗലോസ് പറയുന്നുണ്ടായിരുന്നു 2800 മീൻ വെട്ടി കഴിയുമ്പോൾ 1 കിലോ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതെന്താ പൗലോസ് ചേട്ടാ അങ്ങനെ ഒരു വർത്തമാനം, 2800 മീൻ വെട്ടി കഴിയുമ്പോൾ 1,800 1 കിലോയേ ഉണ്ടാവത്തുള്ളൂ, ഇങ്ങനെ 1 കിലോ അങ്ങ് മാറ്റി വയ്ക്കാം എന്നാലും കാണില്ലേ 1,800 എന്ന് പറയുകയാണ്. അപ്പോൾ പൗലോസ് ചേട്ടൻ എങ്ങനെയാണ് മീൻ വെട്ടുന്നത് അതൊന്ന് കാണിക്കാവോ എന്ന് പറയും, ഒന്ന് മീൻ വെട്ടി കാണിച്ചേന്ന് പറയും കേട്ടോ. അപ്പോൾ പൗലോസ് പറയുകയാണ് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ പറ്റത്തില്ല, വേറെ ജോലി ഉണ്ടെന്ന്. അപ്പോൾ അലീന കുറച്ച് ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, പൗലോസ് ചേട്ടൻ ആ മീൻ വെട്ടി കാണിച്ചിട്ട് വേറെ ജോലി എടുത്താൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ വിനോദും പറയുന്നുണ്ടായിരുന്നു വെറുതെ എന്തിനാ വഴക്ക്, പൗലോസ് ചേട്ടൻ അതങ്ങ് വെട്ടി കാണിക്കുമെന്ന് പറയും. അപ്പോൾ പൗലോസ് മീനൊക്കെ എടുത്തുകൊണ്ടുപോയി കഴുകി അവിടെ വെച്ച് വെട്ടാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. വാലിൻ്റെ അവിടെ നിന്നും തലഭാഗത്തിൻ്റെ അവിടെ നിന്നും നന്നായിട്ട് കയറ്റി അങ്ങ് വെട്ടുന്നുണ്ട് കേട്ടോ. ആ നടുവിലുള്ള കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ആ തലയും വാലും കൂടെ വേസ്റ്റിക്ക് അങ്ങ് ഇടും. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അത് വേസ്റ്റ് ആക്കിയോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേണൽ സാബിന് തലേൻ്റെയും വാലിൻ്റെ അവിടെ ഉള്ളതൊന്നും ഇഷ്ടമല്ല, നല്ല പീസ് മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്തിനാ വേസ്റ്റ് ആക്കുന്നത് എന്ന് പറയുമ്പോൾ അതിങ്ങനെ മുറ്റടിക്കാൻ വരുന്ന സ്ത്രീ കൊണ്ടുപോയിക്കോളും എന്ന് പറയുമ്പോൾ അലീനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ആടിന് കൊടുക്കാനായിരിക്കും അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ കൊച്ചെന്തിനാ ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടാൻ നിൽക്കുന്നത്, ഇവിടെ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്, അതിലൊന്നും കൈ കടത്തണ്ട എന്നുള്ള രീതിയിലാണ് പൗലോസ് സംസാരിക്കുന്നത്. ഞാൻ സാബിന് നന്നായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. ഞാൻ സാബിൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ പൗലോസ് കാണിക്കുന്നത് കുറച്ച് ദൂരത്താണല്ലോ, അപ്പോൾ അലീനയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പൗലോസേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ എത്രയോ കുട്ടികൾ ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ പട്ടിണി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും ഒക്കെ തന്നെ ഇങ്ങനെ ഒരുപാട് വൃദ്ധരും ഒക്കെ പട്ടിണി കിടക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഭക്ഷണം കൊണ്ട്, ഭക്ഷണത്തിൻ്റെ വില അറിയാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഒരുപാട് കാര്യങ്ങൾ പൗലോസിനോട് പറയുന്നുണ്ട്. അലീന ഒന്നിലും ഇങ്ങനെ കൈ കടത്തണ്ട എന്നുള്ള രീതിയിലാണ് പൗലോസ് അലീനയോട് സംസാരിക്കുന്നത്. അപ്പോൾ അലീന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നിങ്ങളുടെ കേണൽ സാബ് പറഞ്ഞാലും ഞാൻ ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കും, അതുപോലെ തന്നെ ഒരു കടുക് മണി പോലും ഞാൻ തുറന്നു നോക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ പൗലോസേട്ടൻ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ ഒക്കെ പഠിക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാതെയാണ് പൗലോസ് ആണെങ്കിലും അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് വല്യപ്പച്ചനോട് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം അലീന പറയുമ്പോൾ വല്യപ്പച്ചൻ ഇങ്ങനെ കളിയായിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ, വേലിയിൽ കിടക്കുന്ന പാമ്പിനെയാണ് എടുത്ത് തോളത്തിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഞാനാണോ ആ വേലിയിൽ കിടക്കുന്ന പാമ്പ് എന്ന് അലീന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വല്യപ്പച്ചനോട്. അത് കഴിഞ്ഞ് സ്റ്റാൻലിനോട് ചെന്നിട്ട് പൗലോസും പരാതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്, എപ്പോഴും എന്നെ കുറ്റം പറയുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയും സ്റ്റാൻലിയും വല്യപ്പച്ചനും കൂടി സംസാരിക്കുന്നുണ്ട്. അലീനയോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നിൻ്റെ സ്വഭാവം എന്നുണ്ടെങ്കിൽ നീ എങ്ങനെ ഇവിടെ തുടർന്ന് ജീവിക്കും എന്നൊക്കെ സ്റ്റാൻലി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അയാളുടെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ ഞാനും അയാളും തമ്മിൽ എന്നും അടിയായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് വീണ്ടും ആ ജോലിക്കാരിക്ക് സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് പൗലോസിനോട് ആ സഞ്ചിയിൽ വെച്ച് കൊടുത്ത സാധനങ്ങൾ തിരിച്ചെടുത്ത് വെക്കാൻ കേട്ടോ. പൗലോസ് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇനി പൗലോസേട്ടൻ ആ സഞ്ചിയിൽ വെച്ച സാധനങ്ങൾ തിരിച്ചെടുത്തിട്ട് ഇവിടെ ജോലി ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ വല്യപ്പച്ചനും ഉണ്ട് കേട്ടോ അലീനയുടെ കൂടെ. പൗലോസ് ആണെങ്കിൽ പിന്നീട് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റാൻലി വല്യപ്പച്ചനോടും അലീനയോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എനിക്കെതിരെ മത്സരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രമോല്